കോൾപ്പാടം കാണണ തൃശ്ശൂർ ജില്ലയിൽ അടിപൊളി ഒരു കോൾപ്പാടം ഉണ്ടല്ലോ, നമുക്ക് പോവാം. അപ്പൊ അങ്ങനെ നിന്റെ ആഗ്രഹപ്രകാരം നമ്മള് കോൾപ്പാടം കാണാൻ പോവാണ്. ഈ കോൾപ്പാടം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നമുക്ക്? നോ ഐഡിയ. കോൾപ്പാടം എന്ന് പറഞ്ഞാൽ നീ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരിക്കും കോൾപ്പാടങ്ങൾ, പക്ഷെ എന്താണെന്ന് അറിയാത്ത കാരണമാണ്. ഈ കോൾപ്പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നിരപ്പിനായിട്ട് താഴ്ന്ന കിടക്കുക. കോൾപ്പാടം പാടം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന സ്ഥലം. കോൾപ്പാടം എന്ന് പറയുമ്പോ ഇത്തിരി താഴ്ന്ന് കിടക്കും നമ്മുടെ സാധാരണ നിരപ്പിനായിട്ട്. അവിടെ ഓൾറെഡി മഴക്കാലത്ത് ഫുള്ള് വെള്ളം കയറും. കടല് വരി തോന്നുന്നു നമുക്ക് മഴക്കാലത്ത്. ഒരു വർഷത്തിൽ ഒരിക്കലും വെള്ളം കയറും. വേനൽക്കാലത്ത് വെള്ളം വറ്റുമ്പോ കൃഷിയും ചെയ്യും. ആ സ്ഥലത്തിനെയാണ് പറയുന്ന പേര് കോൾപ്പാടം. കോൾപ്പാടം. ഓക്കെ. കണ്ട, ഇതാണ് നമ്മുടെ തൃശ്ശൂര് പരിധിയിലുള്ള, നമ്മുടെ തൃശ്ശൂരിന്റെ ഏറ്റവും അടുത്തുള്ള പാടം. ഇതാണല്ലോ കോൾപ്പാടം. യെസ്, ഇതാണ് ഫുള്ള് കോൾപ്പാടം. നല്ല അടിപൊളി കോൾപ്പാടം. ഇവിടെ മഴക്കാലത്ത് ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ. അച്ഛൻ പറഞ്ഞ മാതിരി തുമ്പിയൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഭയങ്കര പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്തിട്ടാന്നറിയോ? ഇത് ഒരുപാട് ജീവജാലങ്ങള് ആവാസ വ്യവസ്ഥയാ. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി സ്ഥലമാണ്. കണ്ട കൊക്കൊക്കെ ഇരിക്കണ. കൊക്ക് മാത്രല്ല മീന്, അങ്ങനെ ഒരുപാട് ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ. അത് മാത്രല്ല വേറെ പ്രത്യേകതയുണ്ട്, അറിയോ? അറിയില്ല. ഇത് തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഹാർട്ടാണ്, തൃശ്ശൂരിന്റെ ഹാർട്ട് ഏരിയയിലാണ് ഈ പാടം സ്ഥിതി ചെയ്യുന്നത്. അത് മാത്രല്ല തൃശ്ശൂരിന്റെ ശ്വാസകോശം കൂടിയാണ് ഈ സ്ഥലം. നല്ല തണുപ്പ്, ഇത്ര വെയിലുണ്ട്, സിറ്റിയിൽ ഭയങ്കര പൊല്യൂഷൻ ഒക്കെ അല്ലേ കണ്ടാ. ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള വായുവാണ്. സൂപ്പർ അടിപൊളി. അപ്പൊ എങ്ങനെ സ്ഥലം ഇഷ്ടാട്ടാ? നല്ല അടിപൊളി സ്ഥലം. നീ മിസ് ചെയ്തിരുന്നോ എത്ര നാള്? ഞാൻ എത്ര നാള് മിസ് ചെയ്തോലോ. ശരി, ബൈ.